ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൈടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഗൂഗിളിലെ ഒരു ട്രിക്കിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങൾ എപ്പോഴും ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ ആ ഒരു ട്രിക്കിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ ഗൂഗിളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സോ വീട്ടുകാരോ ആരെങ്കിലുമൊക്കെ എടുത്ത് നോക്കും എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിക്കാണിത്. അതായത് നമുക്കറിയാം, ഗൂഗിളിലൂടെ നമുക്ക് എന്ത് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. അത്തരത്തിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അതിൻ്റെ ഹിസ്റ്ററി നമ്മുടെ ഫ്രണ്ട്സിനോ മറ്റുള്ളവർക്കൊക്കെ എടുത്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലൊക്കെ എടുത്തു നോക്കി നിങ്ങൾ എന്തൊക്കെയാണോ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് എന്ന് ഇവിടെ നിന്ന് അവർക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഗൂഗിളിൽ എന്തൊക്കെ സെർച്ച് ചെയ്തതെന്ന് ഇത്തരത്തിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സൊന്നും കാണണ്ട, അല്ലെങ്കിൽ ആരും ഇത് കാണണ്ട, അതെങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബ്രൗസിങ് ഡേറ്റ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ബ്രൗസിങ് ഡേറ്റ, കുക്കിംഗ് ആൻഡ് സൈഡ് ഡേറ്റ, ക്യാച്ച് ഇമേജസ് തുടങ്ങിയ കുറച്ച് ഓപ്ഷനുകൾ കാണാം. ഇതിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട സംഭവം എന്തോ അതൊക്കെ ഇതുപോലെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ ഏത് സമയത്തുള്ള ഹിസ്റ്ററിയൊക്കെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഓൾ ടൈം എന്നത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഡിലീറ്റ് ഡേറ്റ എന്നത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കുക, അത് കൊടുക്കുക. ഡിലീറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാണ്ട് നാം കൊടുത്ത ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓൾ ടൈമായിട്ട് ഞാൻ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഹിസ്റ്ററി എന്നത് എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഇത്തരത്തിലാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ എപ്പോഴും ഡിലീറ്റ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് സമയമില്ല. എന്നാൽ എനിക്ക് എപ്പോഴും സെർച്ച് ചെയ്യാൻ വേണം. ആ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്റ്റോർ ആവാനും പാടില്ല, മറ്റുള്ളവരോട്ട് കാണാനും പാടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുതൽ സെർച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. നോക്കാമെങ്കിൽ ഇവിടെ ന്യൂ ഇൻകോഗ്നിറ്റോ ടാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിലൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഫുഡ് കോർട്ട് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കേണ്ട എന്താണോ അത് ഇതുപോലെ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കോർട്ട് എന്നത് എന്താണോ വേണ്ടത് അത് ഇതുപോലെ സെർച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിലോട്ട് വന്ന് നോക്കാം. ഇവിടെ ഹിസ്റ്ററി എന്നത് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. എന്നാൽ നിങ്ങൾ ബാക്കിലോട്ട് വന്നിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ഫുഡ് കോർട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫുഡ് കോർട്ട് എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ബാക്കിലോട്ട് വന്നിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഹിസ്റ്ററി എന്നത് നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററി നമുക്ക് ഗൂഗിളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്നാൽ നമ്മൾ ഈ ഒരു ടാബ് എടുത്തിട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സോ ഇത്തരത്തിൽ നിങ്ങൾ മറ്റാരും കാണാത്ത രീതിയിൽ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിൽ സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ ഹിസ്റ്ററിയിൽ പോയി സേവ് ആവത്തില്ല. പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട്സോ വീട്ടിലുള്ളവരോ ആരെങ്കിലുമൊക്കെ ആ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ പോലും അവിടെ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഗൂഗിളിൽ ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സേവ് ആവാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഗൂഗിളിൽ നിന്ന് കാര്യങ്ങൾ സെർച്ച് ചെയ്യാം എന്നെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.